ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരണം. അപ്പോൾ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അതൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇതേ സമയം നമുക്ക് വേറൊരു പാത്രത്തിലോട്ടേക്ക് ആവശ്യത്തിന് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന തക്കാളിൻ്റെ ജ്യൂസ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിൻ്റെ പുളിപ്പിനനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണം എടുത്താൽ മതി കേട്ടോ. 2 or 3 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തതിന് ശേഷം അതും കൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാനുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഫൈൻ പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതും കൂടെ നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിലോട്ടേക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒന്നിക്കൽ ഇതേപോലെ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് ഒരുമിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. അപ്പം നമ്മൾ മാവ് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഏകദേശം ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാടങ്ങ് ലൂസാവാൻ പാടില്ല, വല്ലാണ്ട് കട്ടിയാവാനും പാടില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ ബാറ്റർ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കൊരു തവ ഗ്യാസിൽ വെക്കാം. അപ്പോൾ തവ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴാണ് നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തവ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു തവി ബാറ്റർ എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം ഇതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് വെന്ത് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും വെന്ത് കഴിഞ്ഞാലാണ് നമ്മളൊന്ന് തിരിച്ചിടേണ്ടത്. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ച് സമയം കൂടെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരല്പസമയം കഴിഞ്ഞാൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇതുപോലെ വിട്ട് വരും പാത്രത്തിൽ നിന്ന്. അപ്പോൾ അതുപോലെ വിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ഈ ദോശ തവയെന്ന് മാറ്റുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ബാറ്റർ വീണ്ടും ഒഴിച്ചതിന് ശേഷമാണ് മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റേണ്ടത്. ഇനി നമുക്ക് ഇതിന് കോമ്പിനേഷനായിട്ട് ഞാനിവിടെ കോക്കനട്ട് ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് തേങ്ങ ചിരവിയത് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടാവും. ഇനി ഇതിലോട്ടേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കരുത്, തേങ്ങ മുങ്ങുന്ന വിധത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം അരക്കാനായിട്ട്. ഇനി നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ടേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് മുഴുവനായിട്ട് പൊട്ടിക്കഴിയുമ്പം ഇതിലോട്ടേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ വല്ലാണ്ട് ലൂസായി പോകട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാ ചട്നിയും അതേപോലെ തന്നെ തക്കാളി ദോശയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ.